മെക്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്, ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സെൽഫുള്ള വണ്ടിയിൽ അതിൻ്റെ സെൽഫ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഏത് പാർട്ടാണ് കംപ്ലൈൻറ്റ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ നമ്മൾ സെൽഫ് മോട്ടർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് റെഡിയാക്കേണ്ടത്, അതിൻ്റെ കാർബൺ ബ്രഷാണോ പോയിരിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ആർമേച്ചറാണോ കംപ്ലൈൻറ്റ് എന്നെല്ലാം നോക്കി അതിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിച്ച് സെൽഫ് റെഡിയാക്കുന്നതിനെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സെൽഫ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ 4 കാരണം കൊണ്ടാണ് വർക്ക് ചെയ്യാതിരിക്കുക. ഞാൻ സെൽഫിനെ കുറിച്ച് നേരത്തെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സെൽഫ് എങ്ങനെ ചെക്ക് ചെയ്യാം, സെൽഫ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ അത് ചെക്ക് ചെയ്യാമെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, എന്താണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ വണ്ടിയിൽ എന്താണ് കംപ്ലൈൻറ്റ്, ഈ വണ്ടി സെൽഫ് വർക്ക് ചെയ്യുന്നില്ല കൊണ്ട് വന്നതാണ്. അപ്പോൾ എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്കിതിൻ്റെ ബാറ്ററിയാണ് ചെക്ക് ചെയ്യേണ്ടത്. ബാറ്ററി കംപ്ലൈൻ്റ് ആയാൽ സെൽഫ് വർക്ക് ചെയ്യില്ല. അതിനു മുമ്പ് നമുക്കിതിൻ്റെ കീ ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് സെൽഫ് അടിച്ച് നോക്കുക. സെൽഫ് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റിലേൻ്റെ അവിടെ നിന്ന് ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ടിക് ടിക് എന്ന് സൗണ്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ സാധിക്കും, നമ്മുടെ സ്വിച്ചിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, സ്വിച്ച് ബേസ് കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സോൾവ് ആയി. ഇനി നമ്മൾ നോക്കാനുള്ളത് ബാറ്ററി, അതുപോലെ തന്നെ സെൽഫ് റിലേ, പിന്നെ നോക്കാനുള്ളത് സെൽഫ് മോട്ടർ. നമുക്ക് രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററിയാണ്. അത് ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ബാറ്ററി ടെസ്റ്ററാണ്. ഇത് ലോഡ് ടെസ്റ്റും ചെയ്യാൻ പറ്റും. ബാറ്ററി ചാർജ് ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ ബാറ്ററി ലോഡ് എടുക്കുന്നതുകൊണ്ട് ചെക്ക് ചെയ്യാം. കാരണം നമ്മൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലെ വോൾട്ടേജ് മാത്രമേ കാണിക്കുള്ളൂ. പക്ഷേ ലോഡ് എടുക്കുക ചില ബാറ്ററികൾ നമുക്ക് വോൾട്ടേജ് കറക്റ്റായി കാണിക്കും. ഇപ്പോൾ 12 വോൾട്ടേജ് അല്ലെങ്കിൽ ചാർജ് ചെയ്താൽ 13 വോൾട്ടേജ് കാണിക്കും. പക്ഷേ നമ്മൾ വണ്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞ് നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ അത് ഡൗൺ ആയി പോകും. അതായത് അത് ലോഡ് എടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് ലോഡ് എടുക്കുന്നുണ്ടോ, ബാറ്ററി കണ്ടീഷനാണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് നമുക്ക് നെഗറ്റീവിൽ കൊടുക്കുക, അതുപോലെ റെഡ് പോസിറ്റീവിലേക്കും കൊടുക്കുക. ഇപ്പോൾ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കൊടുത്തപ്പോൾ നെഗറ്റീവിലേക്കും കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 13 വോൾട്ടേജ് ബാറ്ററിയിലുണ്ട്. ഇനി നമുക്കിതിൽ ബാറ്ററി ലോഡ് ടെസ്റ്റ് ചെയ്യണം. അതായത് ഇവിടെ 3 ലൈറ്റ് കാണിക്കും. ഇതിൽ ഒന്ന് പറഞ്ഞാൽ ഇത് ബാറ്ററി ഓക്കെ, അതായത് ബാറ്ററി കണ്ടീഷനാണ്, ബാറ്ററി കുഴപ്പമില്ല. രണ്ടാമത്തെ ഒരു മഞ്ഞ ലൈറ്റാണ്. ആ മഞ്ഞ ലൈറ്റ് വന്നിട്ട് ബാറ്ററി ലോ ആണ്, ബാറ്ററി ചാർജ് ചെയ്താൽ കണ്ടീഷനാവും, ബാറ്ററി കുഴപ്പമില്ല, ചാർജ് ചെയ്താൽ മതി, ബാറ്ററി ലോ ആണ് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ റെഡ് വന്നിട്ട് ഡെഡാണ് ബാറ്ററി, അതായത് ബാറ്ററി ചാർജ് ചെയ്തിട്ട് കാര്യമില്ല, ബാറ്ററി കംപ്ലൈൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ താഴ്ഭാഗത്തൊരു പച്ച ബട്ടൺ കാണാം. ആ ബട്ടൺ ഒന്ന് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതുണ്ടോ, ഇവിടെ പച്ച ലൈറ്റ് കത്തുന്നുണ്ട്. അതിൻ്റെ ലോഡും കറക്റ്റാണ്, അതായത് 10 വോൾട്ടേജ് നിങ്ങൾക്ക് ലോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി കണ്ടീഷനാണ്, ബാറ്ററി ഓക്കെയാണ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് സെൽഫ് റിലേയോ അല്ലെങ്കിൽ സെൽഫ് മോട്ടറോ കംപ്ലൈൻ്റ് ആണോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സെൽഫ് റിലേയിൽ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തതിന് ശേഷം മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സെൽഫ് റിലേ ആണ് കംപ്ലൈൻറ്റ്. ഇല്ലയെന്നുണ്ടെങ്കിൽ സെൽഫ് റിലേയും കംപ്ലൈൻറ്റ് വരാം, അല്ലെങ്കിൽ മോട്ടറും കംപ്ലൈൻറ്റ് വരാം. ഇത് രണ്ടും എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കിനി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൽഫ് റിലേ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ നോർമൽ മോഡലുകളിലൊക്കെ ഈ ഒരു റിലേ ആയിരിക്കും വരിക. എഫ്സെഡ്, അതുപോലെ തന്നെ ഗ്ലാമർ, ഹങ്ക്, യൂണിക്കോൺ പോലത്തെ ടൈപ്പിനൊക്കെ ഈ ഒരു റിലേ ആണ് വരിക. സ്കൂട്ടറുകൾക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, സെൽഫ് റിലേയിൽ വ്യത്യാസം ഉണ്ടാവും. എന്നിരുന്നാലും ആ പോസിറ്റീവ് കണക്ഷൻ തന്നെയാണ് കൊടുക്കേണ്ടത്. ബാറ്ററിയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കണക്ഷൻ വരും. ഇവിടെ നിന്ന് നമ്മുടെ സെൽഫ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിലൂടെ പാസ് ചെയ്ത് നമ്മുടെ സെൽഫ് മോട്ടറിലേക്ക് ആ പോസിറ്റീവ് കണക്ഷൻ പോവുള്ളൂ. അപ്പോൾ നമ്മളിതിനെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് നോക്കുകയാണ്. അതായത് ഒരു പ്ലെയറോ അല്ലെങ്കിൽ ഒരു വയർ വെച്ചിട്ടൊക്കെ ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഈ വയർ വെച്ചതുണ്ടോ, ഞാൻ ഡയറക്റ്റ് കണക്ട് ചെയ്തപ്പോഴും ഒരു വ്യത്യാസം കാണുന്നില്ല. അപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മോട്ടർ കംപ്ലൈൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാറ്ററി അത്യാവശ്യം ലോ ആണെങ്കിൽ കൂടെയും നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് മുട്ടിച്ചാൽ തന്നെ ചെറിയൊരു സ്പാർക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ സ്പാർക്ക് വരുന്നുണ്ടെങ്കിൽ മോട്ടർ കംപ്ലൈൻ്റ് ഇല്ല, സെൽഫ് റിലേ ആണ് കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് മോട്ടർ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കി. ഇനി മോട്ടർ ചെക്ക് ചെയ്യാൻ വേറൊരു വഴിയും കൂടെ ഉണ്ട്. നമ്മളൊരു മൾട്ടിമീറ്റർ എടുക്കുക. ആ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി മൂഡിൽ വെക്കുക. ഇവിടെയാണ് ബസർ സൗണ്ട്, കണ്ടിന്യൂറ്റി മൂഡിലേക്ക് വെക്കുക. കണ്ടിന്യൂറ്റി മൂഡിൽ കൊണ്ടുവന്ന്
അത് ജസ്റ്റ് നിങ്ങൾ രണ്ട് വയർ ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ മുട്ടിച്ചാൽ തന്നെ ഇതൊരു ബസർ സൗണ്ട് വരും. ഇതാണ് മോട്ടറിൻ്റെ പോസിറ്റീവ്. ഈ പോസിറ്റീവിലേക്ക് മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് ലൈനും അതുപോലെ തന്നെ നെഗറ്റീവ് നമുക്ക് ഏത് ഭാഗത്താണെങ്കിൽ കൊടുക്കുക, കാരണം വണ്ടിയുടെ ബോഡി മുഴുവൻ നെഗറ്റീവ് തന്നെയാണ്. ഈ നെഗറ്റീവ് കൊടുക്കുന്ന സമയത്തും ബസർ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മോട്ടർ കംപ്ലൈൻ്റ് ഇല്ല, മോട്ടർ കണ്ടീഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ല അപ്പോൾ നമ്മൾ നെഗറ്റീവിൽ കൊടുത്ത് നോക്കി, ഇവിടെ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ ഭാഗത്ത് എവിടെ വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് കൊടുക്കുക. അങ്ങനെ നെഗറ്റീവ് കൊടുത്തിട്ടും ഒരു സൗണ്ടും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ മോട്ടറിൻ്റെ കാർബൺ ബ്രഷോ അല്ലെങ്കിൽ ആർമേച്ചറോ അതെന്ത് കംപ്ലൈൻറ്റ് വേണമെങ്കിലും ആവാം, മോട്ടർ കംപ്ലൈൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നമുക്ക് സെൽഫ് മോട്ടർ അഴിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അത് നമുക്ക് ഈ സെൽഫ് മോട്ടറിൻ്റെ ഈ ഒരു വയർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു 10ൻ്റെ നെറ്റ് അഴിച്ച് നമുക്ക് ആ വയർ ഡിസ്കണക്ട് ചെയ്യാം. വയർ ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം മോട്ടറിൻ്റെ 2 മൗണ്ടിങ് ബോൾട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടറിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്ന ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ടും ഉണ്ട്. ഈ 2 10ൻ്റെ ബോൾട്ടും അഴിച്ചെടുക്കുക. ഈ ഒരു 10ൻ്റെ ബോൾട്ട് അഴിച്ച് നമുക്ക് മോട്ടർ ഇപ്പോൾ നമ്മളിങ്ങനെ വലിച്ചാൽ ചിലപ്പോൾ വരില്ല. അപ്പോൾ നമ്മൾ മുൻഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് മോട്ടറിന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ ഊരി വരും. അപ്പോൾ ആ ഭാഗത്ത് മോട്ടറിനെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഇതാണ് മോട്ടറിൻ്റെ മുൻഭാഗം. ആ ഭാഗത്ത് ജസ്റ്റ് ഒരു ഫൈബർ ഹാമർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. മോട്ടർ ഊരി വന്നു. ഇനി നമുക്ക് മോട്ടർ അഴിച്ച് എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതാണ് സെൽഫ് മോട്ടറിൻ്റെ 2 മൗണ്ടിങ് ബോൾട്ട്. 7 mm സൈസാണ്. അപ്പോൾ 7 mmൻ്റെ TO സ്പാനറോ ഉപയോഗിച്ച് നമ്മൾ ഈ 2 ബോൾട്ടുകൾ ആദ്യം അഴിച്ചെടുക്കുക. ഇനി നിങ്ങൾ അഴിക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഓരോ മോട്ടറിനും അതിനൊരു മാർക്കിംഗ് ഉണ്ടാവും, ഇടേണ്ടതായിട്ടൊരു മാർക്കിംഗ് ഉണ്ടാവും. നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഭാഗത്തൊരു കട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കട്ട്, അതുപോലെ തന്നെ ഈ സെൻട്രൽ പോർഷനിലും ഈ ഭാഗത്ത് ചെറിയൊരു കട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ നേരെ എൻഡിലും ഇവിടെ ഒരു കട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ അണ്ടർ കേസിലും ഇവിടെ ഒരു കട്ട് ഉണ്ടാവും. ഇത് ഈ മോട്ടർ ഇടുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഏത് വണ്ടിയുടെ മോട്ടറായാലും, അത് യമഹൻ്റെ ആയാലും സ്കൂട്ടറുകളുടെ ആയാലും എല്ലാ സെൽഫ് മോട്ടറിലും ഈ ഒരു മാർക്കിംഗ് ഉണ്ടാവും. ഈ ഒരു മാർക്കിംഗ് നിർബന്ധമായും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം മോട്ടർ അഴിക്കാൻ ശ്രമിക്കുക. ചിലതിൽ മാർക്കിംഗ് കാണിക്കില്ല, ചിലതിപ്പോൾ ഇതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, ഇവിടെ മാർക്കിംഗ് കാണില്ല. അപ്പോൾ എന്നാലും അതിൻ്റെ അതിൻ്റെ ഫസ്റ്റ് പോർഷനിൽ കറക്റ്റായി മാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു മാർക്കർ ഉപയോഗിച്ചൊന്ന് വരച്ചു കൊടുത്ത് നമുക്ക് എളുപ്പത്തിൽ വെക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മോട്ടർ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഈ മാർക്കിംഗ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അതായത് ജസ്റ്റ് ഈ ഒരു പോർഷൻ, ഈ ഒരു കട്ടിൻ്റെ നേരെ ജസ്റ്റ് ഒരു മാർക്കർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതുണ്ടോ, ഇങ്ങനെ ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതാണ് അതിൻ്റെ കട്ട്. അതിൻ്റെ മറ്റേ അറ്റത്തും ഇതുപോലെ ഒരു കട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത് വെച്ചു. ഈ രീതിയിൽ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം സെൽഫ് മോട്ടർ അഴിക്കുക. ഇല്ല നിങ്ങൾക്ക് ഈ കട്ട് കറക്റ്റായി കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം സെൽഫ് മോട്ടർ അഴിക്കുക. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ അഴിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിതിൻ്റെ 2 മൗണ്ടിങ് ബോൾട്ട് അഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മാത്രം മതി, അത് പുറത്തോട്ട് വരും. കണ്ടോ, ഇത് അഴിച്ചെടുത്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു വാഷർ ഉണ്ട്, 4 ലെഗുള്ളൊരു വാഷർ ഉണ്ടാവും. ആ വാഷർ ഇതിൻ്റെ ഉൾഭാഗത്തോട്ടായിരിക്കണം വരേണ്ടത്, അത് പ്രധാനമായും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് വാഷറും കൂടെ ഉണ്ടാവും. അതിനടിയിലായിട്ടാണ് ഒരു പ്ലേറ്റ് വാഷർ, ഒരു ഇരുമ്പിൻ്റെ ഒരു പ്ലേറ്റ് വാഷർ ഉണ്ടാവും. അപ്പോൾ ഇതിടുമ്പോൾ ഈ പോർഷനിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഈ പ്ലാസ്റ്റിക് ആദ്യം ഇരുമ്പിൻ്റെ വാഷർ ഇടുക, അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വാഷർ ഇടുക, അതിനുശേഷം ഈ കപ്പ് ഇടുക. നമുക്കിത് അഴിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഈ സെൻട്രൽ പോർഷൻ, ഇതാണ് ഇതിൻ്റെ മാഗ്നറ്റ് വരുന്നത്. അപ്പോൾ മാഗ്നറ്റ് അഴിക്കുമ്പോൾ ചിലപ്പോൾ ഈ ആർമേച്ചറും കൂടെ ഒന്നായി വരും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക, പിടിച്ചിട്ട് ഈ അടിഭാഗത്തും അതുപോലെ തന്നെ ഈ മേൽഭാഗത്തും കൂടെ പിടിച്ച് ഹോൾഡ് ചെയ്ത ശേഷം ഈ മാഗ്നറ്റ് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്തതിന് ശേഷം ഈ മാഗ്നറ്റ് അഴിച്ചു വയ്ക്കുക. ഇപ്പോൾ ഇവിടെ
ആർമേച്ചർ വന്നു. ഇനി ആർമേച്ചറിന് ജസ്റ്റ് ഒന്ന് എടുക്കുക, പുറത്തോട്ട് എടുക്കുക. അപ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞതാ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ ബ്രഷ് പൊട്ടിപ്പോയിരിക്കുകയാണ്. അതായത് ബ്രഷ് ഒരഞ്ഞ് തേഞ്ഞ് ബ്രഷ് പൊട്ടി കംപ്ലയിൻ്റ് ആയിരിക്കുകയാണ്. ഈ ഭാഗത്ത് ബ്രഷ് ഇതാണ്ടോ, കുറച്ച് ബ്രഷ് ബാക്കിയുണ്ട്, പക്ഷേ ഈ ഭാഗത്ത് മുഴുവനായിട്ടും പോയി. അപ്പോൾ ഈ സെൽഫ് അടിക്കാത്തത് ഈ ബ്രഷ് പോയതുകൊണ്ടാണ്. അപ്പോൾ ഈ ബ്രഷാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ബ്രഷ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഇതിൻ്റെ 2 സ്പ്രിങ് ബ്രഷിൻ്റെ റിട്ടൺ 2 സ്പ്രിങ് പുറത്തോട്ട് വയ്ക്കുക. അതിനുശേഷം ഈ കാണുന്ന ഈ 2 സ്ക്രൂവും അഴിച്ചെടുക്കുക. ഇതിൻ്റെ ഉൾഭാഗത്തും ഈ ആർമേച്ചറിൻ്റെ ഈ എൻഡിലും വാഷറുകൾ ഉണ്ടാവും. ആ വാഷറും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. വാഷറുകളാണ് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഇതിൽ വാഷറുണ്ട്, ഇതുണ്ടോ 3 വാഷർ വരുന്നുണ്ട്. അപ്പോൾ ഈ വാഷറുകൾ കൃത്യമായിട്ട് ഇടാൻ ശ്രമിക്കുക. അവിടെ 3 വാഷർ വരുന്നുണ്ട്. ഒരു വാഷർ കനം കൂടിയ വാഷർ, അത് നടുവിലും, അതുപോലെ തന്നെ 2 ചെറിയ കനമില്ലാത്ത 2 ചെറിയ വാഷർ 2 അറ്റത്തുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ 2 സ്ക്രൂ അഴിച്ചെടുക്കുക. ഈ സ്ക്രൂ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ മോട്ടറിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രൂ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മൗണ്ട് സ്ക്രൂ നമുക്ക് സിമ്പിളായിട്ട് അഴിഞ്ഞു വരും. എല്ലാ മോട്ടറിലും ഇപ്പോൾ 90% മോട്ടർ നമ്മൾ അഴിക്കുന്ന സമയത്ത് ഈ ബ്രഷിൻ്റെ ഈ സെക്കൻഡ് ബ്രഷിൻ്റെ മെയിൻ ബ്രഷ് വെച്ച് ഈ സെക്കൻഡ് ബ്രഷിൻ്റെ സ്ക്രൂ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാലും നമുക്കത് ഇടാനുള്ള വഴിയുണ്ട്. അപ്പോൾ നമുക്കിത് അഴിച്ചെടുക്കാം. ഇത് വളരെ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുറിഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. സാധാരണ ഇത് സംഭവിക്കാറാണ്. അതായത് എല്ലാ മോട്ടറിനും ഈ ഭാഗം എപ്പോഴും തുരുമ്പ് പിടിച്ച് ഈ ഭാഗം പൊട്ടിപ്പോവും. ഇത് 2 രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് വേണമെങ്കിൽ നമുക്കിത് ലെയ്ത്തി കൊടുത്ത്, ഇപ്പോൾ ഈ ഹോൾഡർ ലെയ്ത്തി കൊടുത്തിട്ട് വേണമെങ്കിൽ ആ ബോൾട്ടിനെ പുറത്തേക്ക് എടുത്ത് നമുക്കവിടെ ഹോള് വലുതാക്കി വേറൊരു ബോൾട്ട് വെച്ച് വേറൊരു ഹോൾ 3 ഈ ഒരു ബോൾട്ട് ഈ പൊട്ടിയ ഭാഗം നമുക്ക് എടുക്കാൻ സാധിക്കും. അത് എടുത്തതിന് ശേഷം ആ ഹോൾ കുറച്ച് വലുതാകും. അപ്പോൾ ആ സൈസിലുള്ള ഒരു ബോൾട്ട് വാങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ബ്രഷ് സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് ഈ ഇവിടെ ഒരു മൗണ്ടിങ് ബോൾട്ട് നമ്മൾ നേരത്തെ അഴിച്ചില്ലേ, ആ ബോൾട്ടിൽ തന്നെ ആ ബ്രഷിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് ആ ബ്രഷും നമ്മുടെ പഴയ ഈ അഴിച്ച ബ്രഷിനെ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് പുതിയ ബ്രഷ് ഇതും കൂടെ ജോയിൻ്റ് ചെയ്ത് ഒന്ന് സോൾഡർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് നമുക്ക് ഹോൾഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ആ രീതിയിലാണ് ഞാൻ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. ചില സ്ഥലങ്ങളിൽ ഞാൻ കുറേ സെൽഫ് മോട്ടറിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ പൊട്ടിയതിന് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്തിലേക്ക് ഒരു ഹോള് ഡ്രില്ല് വെച്ചൊരു ഹോളിട്ട് ആ ബ്രഷിനെ ആ ഹോളിലൂടെ, അതായത് ഒരു 8ൻ്റെ ബോൾട്ടോ അല്ലെങ്കിൽ സ്ക്രൂ ഉപയോഗിച്ച് ആ ഹോളിലൂടെ ഇട്ട് പുറമേ നിന്നൊരു ഞെട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നൊരു പരിപാടി ഞാൻ കുറേ അതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല. കാരണം ഇതിനുള്ളിലൂടെ വെള്ളം ഇതിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യുക. അതുകൊണ്ട് സെൽഫ് അടിക്കുകയോ ചെയ്യും, സെൽഫിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വെള്ളമൊക്കെ തട്ടുമ്പോൾ അതിനുള്ളിലൂടെ ഇതിനുള്ളിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ കാര്യം പ്രധാനമായി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സോൾഡർ ആയിട്ടാണ് കയറ്റാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഹോൾഡർ പുറത്തോട്ടെടുത്തു. അതുപോലെ തന്നെ ഈ 2 ഭാഗത്ത് ഈ ഒരു കട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ 2 കാർബൺ പ്ലേറ്റുകൾ ഉണ്ടാവും. ഈ പ്ലേറ്റും കൂടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഇതിടാൻ മറക്കരുത്. ഇനി നമുക്കിതിൻ്റെ ഈ ബ്രഷ്, ഈ പുറത്തോട്ടുണ്ടാകുന്ന ഈ പോസിറ്റീവ് ടെർമിനലിൽ വരുന്ന ഈ ബ്രഷ് നമുക്ക് അഴിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്കിവിടെ 10ൻ്റെ ഈ ഞെട്ട് അഴിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലും വാഷറുകൾ വരുന്നുണ്ട്. ആദ്യം ഒരു മെറ്റൽ വാഷർ വരുന്നുണ്ട്. അതിനുശേഷം ഒരു കാർബൺ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടൈപ്പ് വാഷർ. അതുപോലെ തന്നെ അതിൻ്റെ 2 ഭാഗത്തും ഓരോ പ്ലാസ്റ്റിക് ടൈപ്പ് വാഷറുകൾ വരുന്നുണ്ട്. അതിനടിയിലൊരു പ്ലാസ്റ്റിക് ടൈപ്പ് വാഷർ വരുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സ്ക്രൂ, ഈ ഒരു ബോൾട്ട് നമുക്ക് പുറത്തോട്ടെടുക്കുക. പുറത്തോട്ടെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു വാഷർ നമ്മൾ പുറത്തോട്ടാക്കി വയ്ക്കുക. പുറത്തോട്ട് വെച്ചു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഓറിങ് കൂടെ ഉണ്ടാവും. ആ ഓറിങ്ങും പ്രധാനമായിട്ട് ഇടാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ ബ്രഷ്, ഈ പഴയ ബ്രഷ് നമ്മൾ പുറത്തോട്ടെടുക്കുക. ഇനി നമ്മൾ പുതിയ ബ്രഷ് ഇതിലേക്ക് സെറ്റ് ചെയ്യുക. അതിന് മുമ്പ് ഈ ഭാഗം നല്ല വൃത്തിയായി ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചത് പെട്രോളാണ്. പെട്രോൾ ഉപയോഗിച്ച് വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കുക. മോട്ടറിൻ്റെ ഉൾഭാഗം എല്ലാം അത് ഫുൾ കാർബൺ ഡസ്റ്റുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കുക.
അപ്പോൾ നല്ലപോലെ നമ്മൾ ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്തു. അതിനുശേഷം നമുക്ക് എയർ അടിച്ചും കൂടെ അത് ക്ലീൻ ചെയ്യാം. പെട്രോൾ ഉപയോഗിച്ച് വൃത്തിയായിട്ട് ഈ ഭാഗം ഫുള്ളായി ക്ലീൻ ചെയ്തു. അതിനുശേഷം മോട്ടറിൻ്റെ ഓരോ പാർട്സുകളും ഫുള്ളായി ക്ലീൻ ചെയ്തെടുക്കുക. അടുത്ത് അതിന് മേൽഭാഗത്തെ ഭാഗങ്ങളും ക്ലീൻ ചെയ്തെടുക്കുക. നമ്മൾ ഈ ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലൊരു നീഡിൽ ബെയറിംഗ് ഉണ്ട്, ചെറിയ നീഡിൽ ബെയറിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്രോൾ ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് ഈ ഭാഗത്ത് കുറച്ച് ഓയിലും അതുപോലെ തന്നെ കുറച്ച് ഗ്രീസും ആക്കിയിട്ട് വണ്ടിയിലോട്ട് കയറ്റാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരയുന്ന പോലത്തെ മോട്ടോർ, സെൽഫ് മോട്ടോർ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത്, സെൽഫ് മോട്ടോർ ഓൺ ആക്കുന്ന സമയത്ത് ഒരു ഒരയുന്ന പോലെ സൗണ്ട് കേൾക്കും. അപ്പോൾ അതും കൂടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് വൃത്തിയായി ക്ലീനായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഭാഗം അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ അപ്പോൾ മോട്ടോർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നോയ്സുകൾ വരാൻ തുടങ്ങും. ബ്രഷ് ഹോൾഡർ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ സാധനമൊക്കെ പൊട്ടിപ്പോകുന്ന ചാൻസും വളരെ കൂടുതലാണ് ഈ മോട്ടർ നമ്മൾ അഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുക. ഇതന്നെ ഇടരുത്. പിന്നെ അതിന് മാഗ്നറ്റും കൂടെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഇനി നമ്മൾ കഴുകാനുള്ളത് ആർമേച്ചറാണ്. ഈ ആർമേച്ചർ വൃത്തിയായി കഴുകുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം ഈ ആർമേച്ചറിൻ്റെ ഈ കോറുകളിൽ ഈ ഒരു ക്ലാവ് പിടിച്ച പോലെ അല്ലെങ്കിൽ ആ ഒരു ബ്രഷ് ഒരഞ്ഞ് ഇവിടെ ഒരു ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനൊരു ബ്ലാക്ക് നമ്മൾക്ക് ഒരുപാട് ആയി കഴിഞ്ഞു പറഞ്ഞാൽ സെൽഫ് മോട്ടറിൽ കോണ്ടാക്റ്റ് കിട്ടില്ല. ഇപ്പോൾ കൂടുതലും ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നത് നമ്മുടെ റേസെറ്റ് അതുപോലെ യമഹൻ്റെ മോട്ടറുകളാണ്. യമഹൻ്റെ മോട്ടറുകളുടെ ബ്രഷൊന്നും പോയിട്ടുണ്ടാവില്ല, പക്ഷേ ആ ബ്രഷ് ഒരഞ്ഞ് ഈ ഭാഗത്ത് ഇതുപോലെ ഒരു കറുപ്പ് ബ്ലാക്ക് ഷെയ്ഡ് വന്ന് ബ്രഷിലേക്കുള്ള കോണ്ടാക്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു എമരി പേപ്പർ, അതായത് ഒരുപാട് ഹാർഡല്ലാത്ത ചെറിയൊരു എമരി പേപ്പർ ഉപയോഗിച്ച് ഇത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ആണോ, നമ്മൾ മുഴുവനായിട്ട് എല്ലാ ഭാഗവും വൃത്തിയായി ക്ലീൻ ചെയ്തു. അതിനുശേഷം ഒരു ചെറിയ ബ്ലേഡ്, അതായത് ചെറിയ നല്ല ഷാർപ്പായ ഭാഗം ഉപയോഗിച്ച് ഇതിൻ്റെ ഇതിൻ്റെ ഓരോ കുഴികളും വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കുക. കാരണം ഇതെല്ലാം സെപ്പറേറ്റ് കോറുകളാണ്. ഇത് തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. അതായത് ഇത് സെപ്പറേറ്റ് കോറാണ്, ഇത് സെപ്പറേറ്റ് കോറാണ്. ഇത് തമ്മിൽ കണക്ഷൻ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ മോട്ടർ ഷോർട്ടാവും. അതുപോലെ തന്നെ ആർമേച്ചർ കംപ്ലയിൻറ്റ് വരും, മോട്ടർ കൂടുതലായി ഹീറ്റാവാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ കത്തി ഉപയോഗിച്ച് നല്ലപോലെ വൃത്തിയാക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഭാഗവും വൃത്തിയായി നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തു. എല്ലാ ഹോളുകളും ആ ഒരു കുഴികളും വൃത്തിയായി ക്ലീൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. കാരണം നമുക്ക് ആ ഒരു ഭാഗത്ത് ക്ലീനായി കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ വീണ്ടും അത് വൃത്തിയായി ക്ലീൻ ആവും.
എല്ലാ ഭാഗവും നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് സെൽഫിൻ്റെ ബ്രഷ് എങ്ങനെ സെറ്റ് ചെയ്ത് ആർമേച്ചർ കയറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ ബ്രഷ്. ഒറിജിനൽ തന്നെയാണ്. ഇതിൻ്റെ വില പറയുന്നത് 85 രൂപയാണ് ഹീറോൻ്റെ ഒറിജിനൽ ഈ സെൽഫ് മോട്ടർ ബ്രഷിൻ്റെ വില. അപ്പോൾ നമുക്ക് ഈ ബ്രഷ് ഇടുമ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഹോൾഡർ എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഹോൾഡറിൽ ബ്രഷ് ഇടുന്ന സമയത്ത് ഇവിടെ ഒരു കട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്തോട്ട് ഇതിൻ്റെ ടോപ്പ് വരുന്നത് പോലെ വെക്കുക. കണ്ടോ, ഇങ്ങനെ ടോപ്പ് വരുന്ന പോലെ വെക്കുക. ഇതിങ്ങനെ ഏത് സൈഡിലേക്ക് വെക്കണോണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. കാരണം ഇത് നമുക്ക് ബോഡിയായിട്ട് ടച്ച് ആവാൻ പാടില്ല. അത് പ്രധാനമായി ശ്രദ്ധിക്കണം. ഇത് മെയിൻ ബ്രഷ് ആയതുകൊണ്ട്, പോസിറ്റീവ് വരുന്ന ബ്രഷ് ആയതുകൊണ്ട് ഇത് നമുക്ക് ബോഡിയോട് ടച്ച് ആവാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെ വെക്കാം. അതിനുശേഷം അതിൻ്റെ ഓറിങ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓറിങ് ഉണ്ടാവും, ആ ഓറിങ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സെൽഫ് മോട്ടറിൻ്റെ ഹോൾഡർ, ഈ ഹോൾഡറിലേക്ക് ഈ ഒരു ഭാഗം കയറ്റി കൊടുക്കുക. ഈ ഒരു പോർഷൻ മുകൾ ഭാഗത്തോട്ടാക്കി വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മേലെന്ന്. ഇവിടെ ഇതിനൊരു സ്റ്റെപ്പ് ഉണ്ട്, ഇത് നിൽക്കാൻ വേണ്ടി ഇതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പിലോട്ടായിരിക്കണം ഇത് ഇടേണ്ടതും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തള്ളിപ്പിടിക്കുക. ആ ഓറിങ് ഈ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കണം. ജസ്റ്റ് ടൈറ്റ് ആക്കുമ്പോൾ തന്നെ ആ രീതിയിലേക്ക് വരും. ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ടൈറ്റ് ആക്കുമ്പോൾ തന്നെ അത് വരും. ഇനി നമുക്കിതിൻ്റെ വാഷർ ഇടണം. ആദ്യം കനം കൂടിയ ചെറിയ വാഷർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതേ ടൈപ്പിലുള്ള വേറൊരു വാഷറുണ്ട്, ആ വാഷറും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വരുന്നത് വലിയ വാഷർ, ഈ ഒരു വലിയ വാഷർ വെച്ച് കൊടുക്കുക. അതിനുശേഷം മെറ്റൽ വാഷർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ 10ൻ്റെ നെട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഫുള്ളായി ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഈ ഇട്ടത് കറക്റ്റാണോ എന്ന് നമ്മൾ ഓരോ ബ്രഷ് ഇടുന്ന സമയത്തും അത് ഇട്ടത് കറക്റ്റാണോ എന്ന് നിർബന്ധമായും ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിമീറ്ററിൽ ബസർ സൗണ്ട് എടുക്കുക. ബസർ സൗണ്ടിലേക്ക് വെച്ചു. അതിനുശേഷം അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും, ഈ ഒരു പോസിറ്റീവ് നമുക്ക് ഈ ബ്രഷിലേക്ക് വെക്കാം. അതിനുശേഷം ഈ ഒരു അതിൻ്റെ എൻഡ് ഭാഗം, അതിൻ്റെ ലാസ്റ്റ് എൻഡിലേക്കും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കുന്നത് കാണാം. അപ്പോൾ ഈ കോണ്ടാക്ട് സെയിമാണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ റെഡ് ഈ ബ്രഷിലേക്ക് വെച്ചതിന് ശേഷം ബോഡിയോട് ചെക്ക് ചെയ്ത് നോക്കുക. ബോഡിയോട് ടച്ച് ചെയ്യുക. ബോഡിയോട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബസർ സൗണ്ട് വരാൻ പാടില്ല. അപ്പോൾ അതിനാണ് നമ്മളിതിവിടെ ഈ ബോഡിയോട് ടച്ച് ചെയ്താൽ കോണ്ടാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ വാഷർ അതുപോലെ തന്നെ ഓറിംഗ് ഒക്കെ ഇട്ട് കൊടുത്തത്. ഇതൊന്നും ഇടാതെ ഒരിക്കലും ഈ ഒരു ബ്രഷ് സെറ്റ് ചെയ്യരുത്. അത് നമ്മുടെ മോട്ടറിനെ ഷോർട്ടാക്കി കളയും. അപ്പോൾ ഈ പുറം ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത് നോക്കിയാൽ ബസർ സൗണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ ഇട്ടത് കറക്റ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ വെക്കേണ്ടത്, ഇനി നമുക്കിതിൻ്റെ 2 കാർബൺ പ്ലേറ്റുകൾ വെച്ച് കൊടുക്കണം. ഇതാണ് ഒരു കാർബൺ പ്ലേറ്റ്, അത് ഈ ഭാഗത്ത് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അത് രണ്ടാമത്തെ പ്ലേറ്റും ഈ ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ 2 പ്ലേറ്റുകൾ 2 പൊസിഷനിൽ വെച്ചു. ഇനി നമുക്ക് ഈ ഹോൾഡറാണ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ബ്രഷ് ഇടുന്ന ഈ ഒരു ഭാഗം പൊട്ടിപ്പോയത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്തോട്ടാക്കി സെറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊട്ടിപ്പോയിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ഹോൾഡർ ഇട്ടതിന് ശേഷം ഇനി കാണുന്ന ബാക്കി ഭാഗങ്ങൾ, ഇപ്പോൾ ഈ സോൾഡറിങ് കഴിഞ്ഞുള്ള ബാക്കി ഭാഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം സോൾഡർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ബ്രഷ് എടുക്കുക. ഇത് രണ്ടാമത്തെ ബ്രഷ്. അതുപോലെ തന്നെ അതിൻ്റെ പഴയ ബ്രഷ്, ഇതാണ് അതിൻ്റെ പഴയ ബ്രഷ്. അപ്പോൾ ഈ ബ്രഷിനെ ഈ ഒരു ലെഗ്, ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യണം ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഈ പുതിയ ബ്രഷിൻ്റെ ഈ നമ്മുടെ ബോൾട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഭാഗത്തേക്ക് സിമ്പിളായി എത്തും. പക്ഷേ ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ ലെങ്ത്ത് നമുക്ക് മതിയാകില്ല. അപ്പോൾ കുറച്ചും കൂടെ ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തു. അതുപോലെ തന്നെ പഴയ ബ്രഷ്, നമ്മൾ അതിൽ നിന്ന് ഊരിയ പഴയ ബ്രഷിൻ്റെ ഈ കാർബണിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ കാർബണിൻ്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തു. അതിനുശേഷം ഇത് തമ്മിൽ
ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്ത് നമുക്ക് ഈ ഭാഗമാണ് സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വയർ, ഒരു ചെമ്പ് കമ്പി മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു ചെമ്പ് കമ്പി മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഈ പോർഷൻ നമ്മൾ ഒന്ന് കെട്ടിയൊന്ന് സ്ട്രോങ് ആക്കി. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് സോൾഡറിങ്ങിൻ്റെ പേസ്റ്റ് നമുക്ക് കുറച്ച് തേച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സോൾഡറിങ് അയണിലും കൂടെ തേച്ച് കൊടുക്കുക. അപ്പോൾ സോൾഡറിങ്ങിൽ അത്ര പരിജ്ഞാനമുള്ള ആളൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഞാൻ സോൾഡർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സോൾഡറിങ് അയൺ ചൂടായിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്യുക അത് രണ്ടും തമ്മിൽ. അപ്പോൾ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇത് സ്ട്രോങ് ആണ്, വലിച്ചിട്ട് വരണമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ സോൾഡർ നമുക്ക് അറിയുന്ന രീതിയിൽ സോൾഡർ ചെയ്തതാണ്. സോൾഡർ ഇല്ലെങ്കിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, അറിയുന്ന രീതിയിൽ സോൾഡർ ചെയ്തതാണ്. എന്നിരുന്നാലും സ്ട്രോങ് തന്നെയാണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ട് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്, ഇത് പൊട്ടിപ്പോയെന്നുള്ള കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിത് കറക്റ്റ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ ഹോൾഡർ, ഈ ഒരു ഹോൾഡർ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഹോൾഡർ വെച്ചു. ഈ ഭാഗത്തിന് സ്ക്രൂ ഇടേണ്ട ആവശ്യമില്ല. ഈ രണ്ട് കാർബൺ പ്ലേറ്റുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രണ്ട് കാർബൺ പ്ലേറ്റുകൾ നിർബന്ധമായും ആ പൊസിഷനിൽ ഇട്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് വർക്ക് ചെയ്യില്ല. ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഈ ഒരു ഹോൾഡിംഗ് പ്ലേറ്റ് നമ്മൾ വെച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ചെറിയ വാഷർ, ഒരു ചെറിയൊരു ഗ്രിപ്പ് വാഷർ ഉണ്ടാവും, ആ വാഷർ അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ബ്രഷ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രഷ് ബോഡിയോട് കോണ്ടാക്റ്റ് വന്നാലും പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് എർത്തിൻ്റെയാണ്. ഈ ഒരു ബ്രഷാണ് ബോഡിയോട് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ പാടുള്ളൂ. ഈ ഒരു ബ്രഷ് ബോഡിയോട് കോണ്ടാക്റ്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. നമ്മളത് ഫുൾ ടൈറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ വാഷറുകൾ ഇട്ട് കൊടുക്കുക. 3 വാഷർ വരുന്നുണ്ട്, മെറ്റൽ വാഷർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കനം കൂടിയ വാഷർ സെൻറ്ററിലും, അതുപോലെ തന്നെ ഈ 2 കനം കുറഞ്ഞ വാഷറുകൾ 2 സൈഡിലാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മളതിൻ്റെ ഹോൾഡിംഗ് സ്പ്രിങ്ങുകൾ, 2 സ്പ്രിങ്, 2 ഹോളിലും 2 സ്പ്രിങ് വെച്ച് കൊടുക്കുക. ഒരു സ്പ്രിങ് ആദ്യം വെച്ചു. ഒരു സ്പ്രിങ് വെച്ചതിന് ശേഷം ബ്രഷ് നമുക്ക് ഹോൾഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ബ്രഷിനെ ഈ സ്പ്രിങ്ങിലേക്ക് ലോഡ് ചെയ്ത് ഈ ഭാഗത്ത് ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ബ്രഷിനെയും ഇവിടെ ഒരു സ്പ്രിങ് ഇട്ട് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ആർമേച്ചർ സെൻറ്ററിലേക്ക് ഇറക്കാൻ. അപ്പോൾ അങ്ങനെ ഇറക്കുമ്പോൾ ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യം അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതുപോലത്തെ 2 ക്ലിപ്പ് നിങ്ങൾ വാങ്ങുക. ഇത് നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ പോയാൽ വാങ്ങാൻ കിട്ടും. ചെറിയ 2 ബാറ്ററി ക്ലിപ്പ് ഇതുപോലത്തെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൽ 2 ബ്രഷേ വരുന്നുള്ളൂ. ഈ പൾസറിൻ്റെ വണ്ടികളിൽ, അതുപോലെ തന്നെ ചില TVSൻ്റെ വണ്ടികളൊക്കെ 4 ബ്രഷ് വരുന്ന വണ്ടികളുണ്ട്. അപ്പോൾ അതിനൊക്കെ 4 ക്ലിപ്പ് വാങ്ങുന്നത് വലിയ വിലയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്രഷ് ഇട്ട് കൊടുക്കുക. ബ്രഷ് ഇടുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കണം. ബ്രഷിനും 2 പൊസിഷനുകളുണ്ട്. അതായത് ഈ ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇതൊരു ഫ്ലാറ്റ് ഭാഗമാണ്, ഒരു ഫ്ലാറ്റായ ഭാഗം. ഇവിടെ വേറെ കട്ടോ ഒന്നുമില്ല. എന്നാൽ അടുത്തൊരു ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു കുഴി പോലത്തെ, ഒരു ചാല് പോലത്തെ ഒരു ഭാഗം കാണാൻ സാധിക്കും. ഈ ഭാഗത്തിലാണ് നമ്മുടെ ആർമേച്ചർ കോണ്ടാക്റ്റ് വരുന്നത്. അപ്പോൾ ആ ഭാഗം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കുക. കണ്ടോ, ഈ ബ്രഷിൻ്റെ കണക്റ്റഡ് ഏറ്റവും പുറകിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പുറകിലത്തെ ഭാഗം ഉള്ളിലോട്ടാക്കി ഇട്ടാലും മതി. അപ്പോൾ നമുക്കിത് ഈ സ്പ്രിങ് ലോഡ് ചെയ്ത് ആ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. ബ്രഷ് കണ്ടോ, ഈ ഒരു ഹോൾഡറിലേക്ക് കറക്റ്റായിട്ട്
ഇറക്കി കൊടുക്കുക, ഫുള്ളായി ഇറക്കി കൊടുക്കുക. അതിനുശേഷം ഈ ക്ലിപ്പ് ഉപയോഗിച്ച് അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഇതുപോലെ ജസ്റ്റ് ഈ ബ്രഷും അതുപോലെ തന്നെ ബോഡിയായിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ സോൾഡർ ചെയ്തുകൊണ്ടാണ് ഇത്രയൊരു ഗ്യാപ്പ് വെച്ച് നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ നിന്നാണ് ബ്രഷ് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ബ്രഷും കൂടെ ഹോൾഡ് ചെയ്ത് വെക്കുക അതിൻ്റെ സ്പ്രിങ് ഉപയോഗിച്ച്. അല്ല, രണ്ട് ബ്രഷ് നമ്മൾ സിമ്പിളായി ഹോൾഡ് ചെയ്തു. മറ്റൊരാളുടെ സഹായമൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഹോൾഡർ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആർമേച്ചർ സെറ്റ് ചെയ്യണം. അതിനു മുമ്പ് ആർമേച്ചർ നിർബന്ധമായും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സെറ്റ് ചെയ്യുക. കാരണം ചില ആർമേച്ചറുകൾ ഷോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ചില ആർമേച്ചറുകളുടെ ഈ കോർ വയറുകൾ ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും, പൊട്ടി ചിലപ്പോൾ എർത്താവുന്നുണ്ടാവും. അതൊന്നും ചെക്ക് ചെയ്യാതെ നമ്മൾ മോട്ടറിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിൽ നിന്ന് ചിലപ്പോൾ പുക വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മോട്ടർ കൂടുതലായി ഹീറ്റ് ആവുന്നൊരവസ്ഥ വരും. ചിലപ്പോൾ സെൽഫ് വർക്ക് ചെയ്യുകയും കൂടെ ഇല്ല. അപ്പോൾ ആ കാര്യം പ്രധാനമായി ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ചെക്ക് ചെയ്യാം. ഒന്ന് ടെസ്റ്റിംഗ് ലാമ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. അതായത് ടെസ്റ്റിംഗ് ലാമ്പ് ബാറ്ററിയിൽ കൊടുത്ത് ചെക്ക് ചെയ്യാം. അതിനെക്കാട്ടി കുറച്ചും കൂടി സിമ്പിൾ എനിക്ക് തോന്നുന്നു ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ചാൽ. ഞാൻ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് ഓരോന്നും ഓരോ കോറുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോറിൽ നമുക്കിതിൻ്റെ നെഗറ്റീവ് വയ്ക്കുക, നെഗറ്റീവോ പോസിറ്റീവോ വയ്ക്കുക. അതേ ബസർ സൗണ്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റിയിൽ തന്നെ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു വയറ് ഈ ഒരു കോറിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ബോഡിയുമായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്യുമ്പോൾ എർത്ത് അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കോണ്ടാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർമേച്ചർ ഷോർട്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോർ വയറിൽ എവിടെയും കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ബസർ സൗണ്ട് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എർത്ത് ഓക്കെ ആണെന്ന് മനസ്സിലായി. അതിനുശേഷം ഈ ഓരോ കോറിലും ഇത് വെച്ച് കൊടുക്കുക. ഓരോ കോറിൽ വെക്കുന്ന സമയത്തും ബസർ സൗണ്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിലൊന്ന് വെച്ച് കൊടുക്കുക. ബസർ സൗണ്ട് വന്നു. അപ്പോൾ ഈ കോർ ഓക്കെയാണ്. രണ്ടാമത്തെ വെച്ച് കൊടുക്കുക, മൂന്നാമത്തെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോന്നും മുഴുവനായിട്ടും എല്ലാ കോറുകളും മുഴുവനായും ചെക്ക് ചെയ്യുക. ഇത് നമ്മൾ ചെക്ക് ചെയ്തത് ഈ ഒരു കോറ് മാത്രമാണ്. നമ്മളിപ്പോൾ ഈ ഒരു ബ്ലാക്ക് വെച്ച ഒരു കോറ് മാത്രമാണ്. ഇനി അടുത്തത് ഈ ബ്ലാക്കിനെ എടുത്തിട്ട് രണ്ടാമത്തെ കോറിലേക്ക് വെച്ച് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ എല്ലാ കോറും ടെസ്റ്റ് ചെയ്യുക. പിന്നെ അടുത്തതിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ കോറുകളും മുഴുവനായിട്ടും ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ എല്ലാ കോറുകളും ചെക്ക് ചെയ്യുക. ഇത് എന്തിനാണ് ചെക്ക് ചെയ്യണം? എല്ലാ കോറിലും ഓരോ കോറിലും എന്തിനാണ് ചെക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ചില കോറുകൾ കംപ്ലൈൻ്റ് ആയിരിക്കും, ചില കോറിൽ കോൺടാക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ മോട്ടറിൽ എങ്ങനെയാണ് സംഭവിക്കുക അല്ലെങ്കിൽ എന്താണ് സിംറ്റംസ് കാണിക്കുക എന്നുണ്ടെങ്കിൽ, ചില സമയത്ത് മോട്ടർ എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ മോട്ടർ എടുക്കില്ല. പിന്നെ മോട്ടറിൻ്റെ ഈ കോർ ജസ്റ്റ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും മോട്ടർ വർക്ക് ചെയ്യും. പിന്നെയും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മോട്ടർ വർക്ക് ചെയ്യില്ല. ഈ ഒരു കോറ് ബ്രഷിനോട് വരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആ മോട്ടർ വർക്ക് ചെയ്യില്ല. മറ്റു കോറുകളിൽ എത്തുന്ന സമയത്ത് മോട്ടർ വർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം ഈ ഒരു കോറിൻ്റെ വയറുകൾ പൊട്ടിയത് കൊണ്ടായിരിക്കാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു കോറാണ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് വരാത്തത് എന്ന് വെച്ചാൽ, ജസ്റ്റ് ഈ ഒരു മെഴുക്, അപ്പോൾ ഇതിനെ മെഴുക് വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇത് കോണ്ടാക്റ്റ് വരാതിരിക്കുകയാണെങ്കിൽ മെഴുക് വെച്ചിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്ത് നോക്കുക. തട്ടിയെടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചെറിയൊരു വയർ, ഈ ഒരു വൈൻഡിങ്ങിലൊരു വയർ ഈ ഭാഗത്ത് എന്നില്ലെങ്കിൽ ഈ ഭാഗത്ത് പൊട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ എവിടെയെങ്കിലും ഒന്ന് പൊട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ആർമേച്ചർ ചേഞ്ച് ചെയ്യുക തന്നെ വേണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വേറൊരു മോട്ടർ സെക്കൻഡ് ഹാൻഡ് വാങ്ങി ഈ ആർമേച്ചർ മാറ്റാം. ഈ ആർമേച്ചറായിട്ട് തനിയെ കിട്ടുന്നില്ല, മോട്ടർ സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ആർമേച്ചർ സെക്കൻഡ് ഹാൻഡ് മോട്ടർ വാങ്ങിയിട്ട് ഈ ആർമേച്ചർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് മുഴുവൻ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ആർമേച്ചർ ആ ബ്രഷ് ഹോൾഡറിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കാം. നിർബന്ധമായും ആർമേച്ചർ ചെക്ക് ചെയ്യാം. ഇനി നമുക്കിതിൽ ഈ ഒരു ഹോൾഡറിലേക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം ഈ ആർമേച്ചറിൻ്റെ ഈ എൻഡിൽ കുറച്ച് ഗ്രീസാക്കി കൊടുക്കുക. കുറച്ച് ഗ്രീസായി കൊടുത്തു.
അതിനുശേഷം ജസ്റ്റ് ഈ ഒരു വാഷറുകളൊന്ന് ഒപ്പുമാക്കി വെക്കുക. ഇനി നമുക്ക് ഈ ആർമേച്ചർ ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ആർമേച്ചറിൻ്റെ എല്ലാ ഭാഗവും ചെക്ക് ചെയ്യുക. ബ്രഷ് കറക്റ്റായി പെട്ടിട്ടുണ്ടോയെന്ന് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ആർമേച്ചർ ഒന്ന് തിരിച്ചു നോക്കുക. കറക്റ്റായിട്ട് ആർമേച്ചർ തിരിയുന്നുണ്ട്, ബ്രഷും കറക്റ്റായി പെട്ടിട്ടുമുണ്ട്. ബ്രഷുകൾ ആർമേച്ചറായിട്ട് കോണ്ടാക്റ്റും ഇല്ല എന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഭാഗം നമ്മൾ കഴിഞ്ഞു, ആർമേച്ചർ സെറ്റ് ചെയ്തു. ഇനി സെറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു മാഗ്നറ്റാണ്. മാഗ്നറ്റ് സെറ്റ് ചെയ്യുന്ന മുമ്പ് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മാഗ്നറ്റിൻ്റെ ഈ ഭാഗത്തൊരു കട്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഭാഗം മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്തതുപോലെ തന്നെ ഈ ഭാഗത്തൊരു കട്ട് ഉണ്ടാവും. ഇവിടെ ഒരു കട്ട് മാർക്ക് ഉണ്ടാവും. ആ കട്ട് മാർക്ക് എവിടേക്കാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത ഈ ഒരു ബ്രഷിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് ഹോൾഡർ, ഈ പ്ലാസ്റ്റിക് ഹോൾഡറിൻ്റെ ഈ ഭാഗത്തോട്ടായിട്ടാണ് ഇത് വരുള്ളൂ. അപ്പോൾ ഇത് സാധാരണ ഇത് ഗ്ലാമർ മാത്രമല്ല, സാധാരണ മോട്ടറുകളെല്ലാം, അതായത് ഷൈന്, യൂണിക്കോണ്, ഗ്ലാമർ, സൂപ്പർ സ്പ്ലെൻഡർ, ഹങ്ക് പോലത്തെ എല്ലാ വണ്ടികളിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാഗ്നറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ആർമേച്ചർ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇവിടെ ഈ ഭാഗത്തോട് ഫുള്ളായിട്ട് പിടിക്കുക. കാരണം നമ്മൾ ഈ ഒരു മാഗ്നറ്റ് കയറ്റുന്ന സമയത്ത് നമ്മളിവിടെ പിടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റ് പവർ കൊണ്ട് ഈ ആർമേച്ചർ പുറത്തോട്ട് വരും. ആ കാര്യം പ്രധാനമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഹോൾഡറിൻ്റെ ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തും രണ്ട് ഓറിങ് ഉണ്ടാവുന്നതാണ്. ഈ ഭാഗത്തൊരു ഓറിങ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു ഓറിങ് ഉണ്ട്. ആ ഓറിങ് കൂടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ മാഗ്നറ്റ് ഇറക്കി കൊടുക്കുക. കണ്ടോ, ഈ ഭാഗത്ത് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇത് നമുക്ക് ഏത് ഭാഗത്ത് ഇപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ ഏത് ഭാഗത്തോട്ടും ഇത് സൂട്ടാവില്ല. ഈ ബ്രഷിൻ്റെ മെയിൻ ഭാഗത്ത് വരുമ്പോൾ മാത്രമേ അത് സൂട്ടാവുള്ളൂ. ഇതാണ്ടോ, കറക്റ്റായിട്ട് ഇറങ്ങി. അതുപോലെ തന്നെ നമ്മൾ വരച്ച ആ മാർക്കിങ്ങും കറക്റ്റായി. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വാഷർ ഇട്ട് കൊടുക്കണം. ആദ്യം അതിൻ്റെ വലിയ മെറ്റൽ വാഷർ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പ്ലാസ്റ്റിക് വാഷറും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ മുകൾ ഭാഗത്തെ വാഷർ നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ 4 ലെഗുള്ള വാഷറുണ്ട്. ആ മേൽഭാഗത്തോട്ടാക്കി സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഹോൾഡറും കൂടെ, ഈ മേൽഭാഗത്തെ ഏറ്റവും ഹോൾഡറും കൂടെ സെറ്റ് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നീഡിൽ ബെയറിങ്ങിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുക. എല്ലാവിടെയും ഒന്ന് സർക്കുലേഷൻ ആകുന്ന വരെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അതിനുശേഷം ഇതും കൂടെ നമ്മൾ ഈ ഒരു പ്ലേറ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഈ കാണുന്ന ലെഗ്, ഈ 4 ലെഗും ഈ 4 പോയിൻറ്റിലേക്കും വരുന്ന രീതിയിലായിരിക്കും ഇട്ട് കൊടുക്കേണ്ടത്. ആ ഭാഗം നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ മാർക്കിംഗ് കറക്റ്റ് ചെയ്യുക. ആ മാർക്കിങ് ഇപ്പോൾ എല്ലാ മാർക്കിങ്ങും കറക്റ്റായി വന്നു. അതിനുശേഷം നമ്മുടെ ബോൾട്ടുകൾ 7ൻ്റെ വലിയ ബോൾട്ട് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാർക്കിങ് കറക്റ്റായി വന്നാൽ മാത്രമേ ബോൾട്ട് ടൈറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ ഭാഗത്താക്കി ഞാൻ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോൾട്ട് ഇട്ടുണ്ടാകുന്ന അവസ്ഥ പറഞ്ഞാൽ ഇതുണ്ടോ, ഇത് കയറുക തന്നെ ഇല്ല. ചില ഭാഗങ്ങൾ കയറ്റിക്കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഉള്ളിലോട്ട് ഇറങ്ങിപ്പോവും. ഇപ്പോൾ ആക്റ്റീവ പോലത്തെ അല്ലെങ്കിൽ യമഹ പോലത്തെ മോട്ടറുകളിലൊക്കെ ഇത് ഫുള്ളായിട്ട് ഉള്ളിലോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് മാർക്കിംഗ് കറക്റ്റാക്കി അതിനുശേഷം നമുക്ക് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം 7ൻ്റെ ടീ ഉപയോഗിച്ചോ 7ൻ്റെ സ്പാനർ ഉപയോഗിച്ചത് ഫുള്ളായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് സെൽഫ് മോട്ടറിൻ്റെ ബ്രഷ് മാറേണ്ടത്. അപ്പോൾ ബ്രഷ് മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തതുപോലെ തന്നെ നമ്മൾ ബസർ സൗണ്ടിലേക്ക്, കണ്ടിന്യൂറ്റി മൂഡിലേക്ക് മൾട്ടിമീറ്റർ വെച്ചതിന് ശേഷം
ആദ്യം ഇതിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ബോഡിയിലോട്ട് ടച്ച് ചെയ്താൽ ബസർ സൗണ്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മോട്ടർ കോണ്ടാക്റ്റ് കറക്റ്റാണ്, മോട്ടർ വർക്കിംഗ് ആണ് നമുക്ക് മനസ്സിലാക്കാം. കോണ്ടാക്റ്റ് കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ മോട്ടർ ഓക്കെ ആണ്. ഇനി നമുക്ക് വണ്ടിയിലോട്ട് കയറ്റി സെൽഫ് അടിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണോ അഴിച്ച് അതേ പൊസിഷനിൽ തന്നെ മോട്ടർ വെക്കുക. അതിനുശേഷം മോട്ടറിനെ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കുക ഉള്ളിലോട്ട്. മോട്ടർ കറക്റ്റായി സീറ്റിംഗ് ആയി. അതിനുശേഷം അതിൻ്റെ എർത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു മൗണ്ടിങ് ബോൾട്ട് ഇടുന്ന സമയത്ത് തന്നെ അതിൻ്റെ എർത്തും കൂടെ കൊടുത്ത് കറക്റ്റായിട്ട് നമ്മൾ ബോൾട്ട് ചെയ്ത് വയ്ക്കുക 10 T ഉപയോഗിച്ച്. അതിനുശേഷം അതിൻ്റെ രണ്ടാമത്തെ മൗണ്ടിങ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫുൾ ടൈറ്റ് ചെയ്യുക 2 ബോൾട്ടും. ഈ എർത്ത് ബോൾട്ട് നിർബന്ധമായും നല്ല പോലെ ടൈറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ലൂസ് കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ഹെഡ് ലൈറ്റിൽ അതുപോലെ തന്നെ മീറ്റർ ലൈറ്റിലൊക്കെ കാണാൻ സാധിക്കും. സോ ചില സമയത്ത് നമുക്ക് കോണ്ടാക്റ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചില സമയത്ത് ഹെഡ് ലൈറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, പവർ ലോസ് വരുന്നുണ്ടെങ്കിലും ഈ എർത്ത് വയർ, ഈ എർത്തിൻ്റെ ഈ മൗണ്ടിങ് ബോൾട്ട് ലൂസായി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അതും കൂടെ പ്രധാനമായി ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് എർത്ത് വയർ ഇളക്കി നോക്കുക. 2 സൈഡോട്ടും ഇളകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ പോസിറ്റീവ് ലൈനും കൂടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്തു. അതിനുശേഷം 10ൻ്റെ ഞെട്ട് ഉപയോഗിച്ചത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ടൈറ്റ് ചെയ്യണം. അല്ലാതെ തന്നെ ലൂസ് കോണ്ടാക്റ്റ് വന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ സ്പാർക്ക് വരും. അപ്പോൾ നല്ലപോലെ നമ്മൾ ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് സെൽഫ് അടിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മോട്ടർ, സെൽഫ് മോട്ടർ ബ്രഷ് മാറ്റിയത് കറക്റ്റായിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് സെൽഫ് മോട്ടറിൻ്റെ ബ്രഷ് മാറേണ്ടത്. സെൽഫ് മോട്ടറിൻ്റെ ആ ഒരു ബോൾട്ട് പൊട്ടിയാലും നമുക്ക് ഈ രീതിയിൽ മാറ്റിയെടുക്കാം. അതിന് വേണ്ടി ഇവിടെ ഹോളൊന്നും ഇടരുത്. ചിലർ ഹോളൊക്കെ ഇട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളടുത്ത് പറഞ്ഞത്. കാരണം ഇതിലൂടെ വെള്ളം ഇറങ്ങി മോട്ടർ ഡാമേജ് ആക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഒന്നില്ലെങ്കിൽ ഒരു മോട്ടറിൻ്റെ ഒരു കപ്പ് സെപ്പറേറ്റ് നമുക്ക് പഴയ മോട്ടറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കപ്പ് നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ലെയ്ത്തിൽ കൊടുത്ത് നിങ്ങൾക്ക് ആ ബോൾട്ട് എടുക്കാം. അതൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾക്ക് സിമ്പിളായി സോൾഡർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ മോട്ടറാണ് കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇവിടെ ഡയറക്റ്റ് കൊടുത്ത സമയത്ത് മോട്ടർ വർക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ഈ റിലേ ആണ് കംപ്ലയിൻറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ 2 അലങ്കി ബോൾട്ടുകൾ അഴിച്ചെടുത്ത് ആ സെൽഫ് റിലേ ഒന്ന് മാറ്റിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സെൽഫിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോർമലി സെൽഫ് മോട്ടറിൻ്റെ ബ്രഷ് മാറുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ സെൽഫ് മോട്ടറിൻ്റെ ബ്രഷ് സാധാരണ പൊട്ടിപ്പോകാറുണ്ട്. അത് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെൽഫ് മോട്ടറിൻ്റെ ബ്രഷിൻ്റെ ആ ഒരു സ്ക്രൂ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം എന്ന് ഉദ്ദേശിച്ച്, ഇപ്പോൾ സെൽഫ് മോട്ടർ ബ്രഷ് മാത്രം എങ്ങനെ മാറുക എന്ന് ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്തത്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ബോൾട്ട് പൊട്ടിപ്പോവുകയും അത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായത്. അപ്പോൾ ഈ രീതിയിൽ സെൽഫ് മോട്ടറിൻ്റെ ബ്രഷ് ഇരിക്കുന്ന ആ ഒരു സ്ക്രൂ പൊട്ടിക്കഴിഞ്ഞാൽ സെൽഫ് മോട്ടർ ചേഞ്ച് ചെയ്യാതെ, ചിലർ പറയുക ആ സെൽഫ് മോട്ടർ മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ പറയും. അങ്ങനെ ചേഞ്ച് ചെയ്യാതെ ഇതും ഒരു മെത്തേഡാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് സെൽഫ് മോട്ടർ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അതിലൊരു ഹോൾ ഇട്ട് സ്ക്രൂ ചെയ്യാതെയൊക്കെ നിങ്ങൾ ബ്രഷ് മാറ്റാൻ ശ്രമിക്കുക. കാരണം മോട്ടറിനെ ഡാമേജ് ആക്കാൻ കാരണമാവും. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി മോട്ടർ കംപ്ലൈൻ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഹോൾഡർ ലെയ്ത്തി കൊടുത്ത് ആ ഹോളൊന്ന് വലുതാക്കി, ആ സ്ക്രൂവിനെ ഡ്രില്ല് ചെയ്ത് കളഞ്ഞ് ആ ഹോളൊന്ന് വലുതാക്കി വേറൊരു സ്ക്രൂ ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ബ്രഷ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.